പെട്ടെന്ന് മാറ്റി ഞാൻ അതാ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണെന്നും പറഞ്ഞ് വരുന്ന വരവാട്ടായിരിക്കും. മുടി വെട്ടാനാ നമ്മൾ പോയിട്ടുണ്ട്. ഞാൻ അവിടെ ഫസ്റ്റ് ടൈം ആട്ടാ വരുന്നത്. ഏട്ടപ്പോ 1-2 തവണയായിട്ട് അവനവിടെ കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ആൾക്ക് എന്നെ അവിടെ ആക്കിയിട്ട് പ്രാവിന് ഫുഡ് മേടിക്കാൻ പോകണമെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ കയറി മുതൽ ആൾക്കൊരു കോള് വന്നതാണ്. പിന്നെ അവിടെ ഇറങ്ങുന്ന വരെ നിന്നിട്ടില്ല. അഗ്ഗു മുടി വെട്ടുമ്പോൾ സാധാരണ ഞാൻ അവരുടെ അടുത്തേ പോകില്ല. വേറെ ഒന്നുമില്ല, എന്നെ കണ്ടാൽ പിന്നെ അവന് അടങ്ങിയിരിക്കൂല. മുഖം കൊണ്ട് ഓരോന്ന് കളിച്ചിട്ട് അവരെ വെട്ടാനായിട്ട് സമ്മതിക്കൂല. അഗ്ഗുവിന് മുടി വെട്ടാൻ പോകാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യം. അവിടെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. നമ്മളൊരു 8:30-9 മണിക്ക് നമ്മളാ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയ ആളിതാ ഫോൺ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കോളിൽ. അങ്ങനെ ഞാനും അഗ്ഗുമോനും പിന്നെ അവിടെ കുറെ നേരം പോസ്റ്റായി നിന്നു. ഞാൻ ഓഫീസ് കഴിഞ്ഞ് വീട്ടിലെത്തിയ പാടെ ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ രാത്രിത്തെ പരിപാടിയൊന്നും നടന്നിട്ടില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അച്ഛനും അമ്മയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവര് വീട്ടിലേക്ക് വരുന്നുണ്ട് പായസം കൊണ്ടിട്ട്. അമ്മയും അച്ഛനൊന്നും ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പോവുക പറഞ്ഞപ്പോ അത് അവിടെ കൊടുത്തിട്ട് പോവുകയുണ്ടായത്. അമ്മ അതാ ചെറിയൊരു മോതിരക്ക് അഗ്ഗുവിന് കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛനെ പോലെ തന്നെ അഗ്ഗു ഒരു പായസക്കൊതിയാണ്. അടുത്ത കണ്ടില്ല, പ്രാവിന് ഫുഡ് മേടിക്കാൻ പോകുന്ന തിരക്കിന്റെ ഉള്ളിൽ കൂടെ ആ പായസം എടുത്ത് കുടിക്കുന്നു. അച്ഛമ്മക്ക് അമ്മയും അമ്മച്ചനും കൊണ്ടുവന്ന് മോതിരൊക്കെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. ആളത് കുറച്ച് നേരം ഇട്ടിട്ടുള്ളൂ, പിന്നെ അത് ഇട്ടിട്ടില്ല. അങ്ങനെ അഗ്ഗുവിന് ഫുഡ് കൊടുത്തതിന് ശേഷം ഇതാ പാത്രം ഒഴിച്ച് കഴുകാനുണ്ട്. ഇതാണ് എന്റെ വലിയ പണിയിട്ട്. വലിയ പണിയൊന്നുമില്ലെങ്കിലും ഇവിടെ പണി തീർന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ. ഓഫീസ് കഴിഞ്ഞ് വന്ന പാടെ പോയതുകൊണ്ട് തന്നെ പാത്രം കൊന്നുകൂടിയിട്ടുണ്ട്. സാധാരണ അങ്ങനെ കൊന്നുകൂട്ടി വെക്കാറില്ല, ഉള്ളത് അപ്പം കഴുകി പോവാറ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ. ബൈ.